ദൈവമക്കൾ സമർപ്പണത്തോട് തുടങ്ങിയ ആത്മീയ ജീവിതത്തിൻ്റെ സമാപനം എന്തായിരിക്കും എന്നുള്ള വ്യക്തമായ തെളിവാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ, വിശേഷാൽ പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിത്തരുന്നത്. സ്തോത്രം. യോഹന്നാന് പത്മോസിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് നേരിട്ട് ലഭിക്കുമ്പോൾ അത് താൻ ചിട്ടയായി കുത്തിക്കുറിച്ച് വെച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ 1-2 വിഷയങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഇനിയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ സമയമില്ല. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവും വായിക്കുമ്പോൾ യേശു നേരിട്ട് സംസാരിക്കുന്ന, യോഹന്നാനോട് സംസാരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. കുഞ്ഞെ, ഞാൻ ആൽഫയാകുന്നു, ഞാൻ ഒമേഗയാകുന്നു, ഞാൻ ആദ്യനാകുന്നു, ഞാൻ അന്ത്യനാകുന്നു. അത് യോഹന്നാന് പേഴ്സണലായി ലഭിക്കേണ്ട ഒരു സന്ദേശമായിരുന്നു. ഇന്ന് രാത്രി ദൈവവചനം ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു സമൂഹത്തോടുള്ള ദൂതല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. സ്തോത്രം. പത്മോസിൻ്റെ ഏകാന്തതയിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ട് ഭാവി അല്ലെങ്കിൽ ശൂന്യതയിൽ നിൽക്കുമ്പോൾ തന്നെ കൊണ്ടുവിട്ട കപ്പൽ മടങ്ങിപ്പോയി കഴിഞ്ഞു. തനിക്ക് മുമ്പ് വന്നവരാരും മടങ്ങിപ്പോയിട്ടുമില്ല. ആകുല ചിന്തയും തിരമാലയുടെ ഒച്ചയും ഒരുപോലെ കേട്ടുകൊണ്ട് പത്മോസിൽ ഇരിക്കുന്ന യോഹന്നാനോട് ഇനിയും എൻ്റെ ശുശ്രൂഷയുടെ ഭാവി എന്തെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഓരോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താ, എൻ്റെ ശുശ്രൂഷയുടെ ഭാവി എന്താ, നാളെ എന്തെന്ന് ആകുലപ്പെടാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. ഞാനും എത്രയോ പ്രാവശ്യം ആകുലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ ആകുലയുടെ ആഴം എത്ര വലുതായിരിക്കും. ആ യോഹന്നാന് സ്വർഗം മറുപടി കൊടുക്കുക, കുഞ്ഞെ, അല്ലെങ്കിൽ ഗലീല കടൽപ്പുറത്ത് സെബദിയുടെ മകനായ നിന്നെയും നിന്റെ സഹോദരനായ യാക്കോബിനെയും വല നന്നാക്കുന്നിടത്ത് നിന്ന് വിളിച്ചിറക്കിയത് ഞാനാണെങ്കിൽ നിന്റെ ഭാവി തീരുമാനിക്കുന്നത് റോമ ചക്രവർത്തിയല്ല, പത്മോസ് ദ്വീപല്ല, ഈ കടലും കാഴ്ചകളുമല്ല. ഞാൻ തുടങ്ങിയതാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ ആൽഫയാ, ഞാൻ ഒമേഗയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്വർഗം തുടങ്ങിയതാണെങ്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് സ്വർഗമാണ്. എത്ര ചക്രവർത്തിമാർ, എത്ര രാജ്യങ്ങൾ, എത്ര പ്രതികൂലങ്ങൾ, എത്ര ആക്രോശങ്ങൾ, എത്ര ദുഷ്ടശക്തികൾ, പട്ടണഭൂതങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റാലും അവൻ ആൽഫയാണെങ്കിൽ അതിൻ്റെ ഒമേഗ, അതിൻ്റെ അന്തം അവൻ തന്നെ കുറിക്കും. ഹല്ലേലൂയ. ഒരു പുസ്തകം എഴുതുന്നതിന് മുമ്പ്, വെളിപ്പാടുകളുടെ കലവറ തൻ്റെ മുമ്പിൽ തുറക്കുന്നതിന് മുമ്പ് സ്വർഗം അവൻ്റെ മനസ്സിനകത്ത് മുദ്ര വെച്ച ഒന്നാമത്തെ ഉറപ്പായിരുന്നു, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ നീ എന്നുവരെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്കുണ്ടാകണമെന്ന്. സ്തോത്രം. അത് നമ്മുടെ അകത്തുണ്ടാകണമല്ല. അത് നമ്മുടെ അകത്ത് ഇന്ന് രാത്രി മുദ്ര വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇളകി മറിയുന്ന കടലിനകത്തും ഓളങ്ങളുടെ നടുവിലും നമ്മൾ ആത്മാവിൽ നൃത്തം ചെയ്യും. അതിൻ്റെ തെളിവാണ് നാം തുടർന്നങ്ങോട്ട് വായിക്കുന്നത്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി, ആത്മാവിലായെന്ന്. AD 34-35 കാലഘട്ടങ്ങളിൽ ഏകദേശം 30 വയസ്സ് പ്രായമുള്ള യോഹന്നാൻ പെന്തിക്കോസ്ത് നാളിൽ അലലയ ഉയരത്തിൽ നിറങ്ങി വന്ന കൊടിയ കാറ്റിൻ്റെ ശബ്ദവും അഗ്നിനാവിൻ്റെയും ഉടമയായി മാറിയതാ. ഏകദേശം 30 വയസ്സ് പ്രായമുള്ളപ്പോഴാ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് വന്നത്. ഇന്ന് കാലം കഴിഞ്ഞു, 60 വർഷം കഴിഞ്ഞു. യോഹന്നാൻ ഏകദേശം 90 വയസ്സുണ്ട്. ഇപ്പോൾ AD 95 കാലഘട്ടമായി. പക്ഷെ എന്താ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ ആത്മാവിലായി. എന്താ സത്യം ദൈവമക്കളെ? 60 വർഷം കഴിഞ്ഞിട്ടും ഹല്ലേലൂയ 30-ാമത്തെ വയസ്സിൽ പ്രാപിച്ച അഭിഷേകത്തിന്റെ ചൂട് ഇന്നും കൊണ്ടു നടക്കുന്ന ഭക്തന്മാരെയാ ഈ കാലഘട്ടത്തിന് ആവശ്യം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എത്ര മാറി മറിഞ്ഞു, എത്ര ചക്രവർത്തിമാർ ആക്രമിക്കാൻ നോക്കി, സഭകൾക്ക് നേരെ വെല്ലുവിളി ഉണ്ടായി, പ്രസ്ഥാനങ്ങളെ അടച്ചുപൂട്ടുമെന്ന് എത്ര പേർ വിധി എഴുതി. പക്ഷെ ഇന്നും ഏകാന്തതയിലും തുരുത്തിലും സഭയിലും ഒരുപോലെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവമക്കളാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. പെന്തിക്കോസ്തിന്റെ സഭാഹോളിന്റെ നടുവിൽ മാത്രമല്ല, പത്മോസിന്റെ തുരുത്തിലും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവമക്കൾ മാത്രമാ. പ്രാപിച്ച അഭിഷേകത്തിന്റെ ചൂട് അത്ര വലുതായിരുന്നു, പ്രാപിച്ച ദൈവകൃപയുടെ വലുപ്പം അത്ര വലുതായിരുന്നു. സ്തോത്രം. ഇടം വലം സഭാവിശ്വാസികളെ കൂട്ടക്കിട്ടിയാലോ, പ്രസംഗിക്കാൻ ദൈവദാസൻ സഭയിലുണ്ടെങ്കിലോ, കൂടെ നേതൃത്വം കൊടുക്കുവാൻ ആളുണ്ടെങ്കിലോ ഒന്നുമല്ല നമുക്ക് ആരാധന വരേണ്ടത്. പെന്തിക്കോസ്തുകാരൻ്റെ ആരാധന അകത്തളത്തിൽ നിന്ന് പുറത്തു വരണം.
പാട്ട് നല്ലതാ, പാട്ടുകാരെ എനിക്കിഷ്ടമാ, കൊട്ടും മേളവും ഒക്കെ നല്ലതാ. തപ്പും താളവും കൊട്ടും മേളവും ഇല്ലെങ്കിലും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ ചിട്ടയായി വിവരിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. വിവരിക്കുന്ന ഓരോ അധ്യായത്തിലും സ്തോത്രം ഓരോ വിഷയത്തിൻ്റെ ഭാവിയാണ് വിവരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഭാവി അറിയാൻ താല്പര്യമില്ലാത്ത ആരുമില്ല. പ്രവാചകന്മാരുടെ വർധനമുണ്ടായത് തന്നെ നിങ്ങളുടെ ഭാവി പറയാമെന്നുള്ള ഗ്യാരണ്ടിയില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം നമുക്കറിയാം, നാളത്തെ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ നാം പ്രവാചകന്മാരുടെ പുറകെ പോകുന്നത്. നല്ലതാ പ്രവചനം, തിരുവചനം, ദസ് സേയ്സ് ദ ലോർഡ്. വചനം ഇങ്ങനെ പറയുന്നുവെന്ന് പറഞ്ഞ് നിങ്ങളെ വിവേചിക്കുന്നതായിരിക്കണം പ്രവചനം. ദൈവമക്കളുടെ ഭാവി എന്തെന്നറിയണമെങ്കിൽ സമയം കിട്ടുമ്പോൾ വെളിപ്പാട് പുസ്തകം 1 തൊട്ട് 22 വരെ വായിച്ചാൽ മതി. നിങ്ങളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭാവി മാത്രമല്ല, ദൈവത്തെ അറിയാത്തവൻ്റെ അന്തം എന്താകും, ഈ ഭൂമിയുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ അന്തം എന്താകും എന്നൊക്കെ ചിട്ടയായി കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നതാ വെളിപ്പാട് പുസ്തകം. 22 അധ്യായത്തിലെ കാര്യങ്ങൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയാം. വളരെ ബുദ്ധിമുട്ടാണ് വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാമെന്ന് എല്ലാവർക്കും തോന്നിയില്ല. ഒരുപാടുമില്ലെന്നേ. വെള്ളക്കുതിരയും കറുത്ത കുതിരയും പെയിൽ കുതിരയും മുദ്രയും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിസ്സാരമല്ലേ അതിനകത്തെ കാര്യം. നമ്മുടെ ഭാവി എന്താ? ഇവിടെ തുടങ്ങിയത് അക്കരെ നാട്ടിൽ ചെന്ന് അവസാനിക്കുന്നു. ബാക്കി നമുക്കെന്താ വിഷയമല്ലല്ല. എനിക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ പേരറിയാം, ഇരിക്കുന്ന വീടിൻ്റെ പേരറിയാം, ആരെ കണ്ടുകൊണ്ടാണ് നടക്കുന്നതെന്നറിയാം, വെക്കുന്ന കിരീടം അറിയാം, പാർക്കുന്ന നാടറിയാം, എൻ്റെ കൂടെ ആരുണ്ടെന്നറിയാം. പിന്നെ എന്തിനാ ഭാവിയോർത്ത് ആകുലപ്പെടുന്നത്? ഹല്ലേലൂയ. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനമാണ്. ക്രൈസ്തവരല്ലിയ മാറത്ത് പൊൻകച്ച കെട്ടി നിലയെങ്കി ധരിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ വെള്ളോടിന് സദൃശമായ കാലുള്ള അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ഇരുവായത്തിലുള്ള വാളുപോലെ മൂർച്ചയുള്ള അല്ലെങ്കിൽ സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്ന 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനമാ 1-ാം അധ്യായം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സ്തോത്രം. യോഹന്നാനെ, നീ എഫെസോസ് സഭയിലെ പാസ്റ്റർ ആയിരുന്നു. അന്ന് ഈ ദർശനം കണ്ടോ? ഇത്രയും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. മറുരൂപമലയിൽ ഏകദേശം ഇതിൻ്റെ ഒരു കോപ്പിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നു, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ ഏറ്റവും വ്യക്തതയോടെ നീ എവിടാ കണ്ടത്? സഭാഹോളിന്റെ നടുവിലല്ലെന്നേ. ആരും കൂട്ടാളിയും ഇല്ലാതിരിക്കുന്ന എൻ്റെ ഏകാന്തതയുടെ തുരുത്തില അസ്ഥിക്കഷ്ണങ്ങൾ നിറഞ്ഞു കിടക്കുന്ന, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കേൾക്കുന്ന, ഭയപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ ഓളമുള്ള, ഭാവി ഇല്ല എന്ന് നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെച്ച പാറയിൽ നോക്കിയ ഞാൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ദർശനം. ഇന്ന് രാത്രി ദൈവമക്കളോട് ദൂത് പറയുക. ഈ പെന്തക്കോസ്തിൻ്റെ ആരാധനയ്ക്ക് നടുവിൽ ദൈവസാന്നിധ്യം പെയ്തിറങ്ങുന്നുണ്ട്. ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവോടെ സഞ്ചരിക്കുന്നുണ്ട്. മുഴങ്കാലിരുന്ന് ഇവിടുന്ന് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കൈയടിക്കുമ്പോൾ, പാട്ടുകാർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ ദൈവസാന്നിധ്യമുണ്ട്. പക്ഷെ സത്യമായി പറയുന്നു, ആരും തുണയില്ലാതിരിക്കുമ്പോൾ, നിന്റെ ഏകാന്തതയിൽ നീ മുഴങ്കാൽ മടക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമഹത്വത്തോളം വലിയൊരു സാന്നിധ്യം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീയും നിന്റെ ഏകാന്തതയും മാത്രം, നീയും നിന്റെ ഒറ്റപ്പെടുത്തൽ മാത്രം, നീയും നിന്റെ ഒറ്റിക്കൊടുക്കൽ മാത്രം ഉള്ളപ്പോൾ ഇറങ്ങി വന്ന ആ തേജസ്സിന്റെ ഓളം വലുപ്പം വേറൊന്നിനുമില്ലെന്ന്. ഹല്ലേലൂയ. കയ്യും കാലും കെട്ടി വലിച്ചെറിയുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഹല്ലേലൂയ, ഹനന്യാവ്, മീശൽ, അസരിയാവ് എന്ന ഈ ബാലന്മാർ അവരെ തീക്കകത്തോട്ട് വലിച്ചെറിയുമ്പോൾ എറിയുവാൻ കൊണ്ടുപോയവർ കത്തിച്ചാമ്പലായി കരിഞ്ഞു കിടക്കുന്ന കാഴ്ചയാ. സാധാരണ പുള്ളികളല്ല, ഓർത്തോണം. നെബൂഖദ്നേസറിന്റെ പട്ടാളത്തിലെ ബലശാലികളാ, കരുത്തന്മാരാ. എറിഞ്ഞവർ കരിഞ്ഞു കിടക്കുമ്പോൾ വീണവർ നൃത്തം ചെയ്ത് നടക്കുന്നു. കാരണം എന്താ? നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു, ഞാൻ അതിൻ്റെ നടുവിൽ ഒരുവനെ കാണുന്നു, 4-ാമൻ ഒരുവനെ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാ. പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാൻ 6-ാമനെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിന്റെ വീട്ടിൽ 2 പേരേ ഉള്ളൂ, ഒരു 3-ാമനെ നിന്റെ അഗ്നിക്കകത്ത് കണ്ടാട്ടെ. നിന്റെ സഭയിൽ 10 പേരോ ഒരു 11-ാമനെ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടാട്ടെ. കാനഡ റീജിയന് വേണ്ടി ഇറങ്ങി വരുന്ന അഗ്നിയെ നടക്കുന്ന, ആഴത്തിൽ നടക്കുന്ന, വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരുവനെ ഇന്ന് രാത്രി എത്ര പേർക്ക് കൺകുളിർക്കെ കാണാം? കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്താൻ പറ്റുമോ?
ഇന്ന് രാത്രി പ്രസംഗം തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നിന്റെ ഏകാന്തതയിലെ കെട്ടപ്പെട്ട കയ്യിലും കെട്ടപ്പെട്ട കാലിലും നിന്റെ അടഞ്ഞ ജീവിതത്തിന്റെ വഴികളിലും അക്കരെ കാണുവാൻ നിവൃത്തിയില്ലാതെ സകലതും വഴിയടഞ്ഞിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ തേജസ്സിന്റെ മഹത്വം വെളിപ്പെട്ട് വരട്ടെ. 2-ാം അധ്യായം 3-ാം അധ്യായം 7 സഭകൾക്കുള്ള ദൂതാണ്. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതേരിയ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾക്കുള്ള ദൂതാണ്. അത് വിവരിക്കാനല്ല ഇപ്പൊ പോകുന്നത്. ഈ എല്ലാ സഭകൾക്കുമുള്ള ദൂതിൽ 2 പ്രധാനപ്പെട്ട ദൂതുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള സഭകൾക്കും ഇത് ബാധകമാണ്. 2 ദൂത് എല്ലാവർക്കും ബാധകമാണ്. ഒന്ന്, ആത്മാവ് എന്തെന്ന് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2, ജയിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? പ്രതിഫലമുള്ളൂ. അത് ഏത് കാലഘട്ടത്തിലുള്ള സഭയ്ക്കും ബാധകമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നത് സഭ കേൾക്കണം. ഹല്ലേലൂയ. ഏത് സംഘടനയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. മാനുഷിക അധികാരങ്ങൾക്കായി സ്തോത്രം, മാനുഷിക സ്ഥാനമാനങ്ങൾക്കായി സ്തോത്രം, ദൈവമാക്കിയിരിക്കുന്ന എല്ലാ നേതൃത്വങ്ങൾക്കായി ബഹുമാനം സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം ദൈവസഭകൾ. കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത്, നമ്മുടെ ജ്ഞാനത്തിനപ്പുറത്ത്, നമ്മുടെ അറിവിനപ്പുറത്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭകളെ കൊണ്ട് ദേശം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. 2, ജയിക്കുന്നവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. ജയിക്കുന്നത് 4 പേരുടെ മുമ്പിലല്ല. ഹല്ലേലൂയ. ജയിക്കുന്നത് ഹല്ലേലൂയ പിശാചിനെ ജയിക്കണം, പാപത്തെ ജയിക്കണം, പ്രലോഭനത്തെ ജയിക്കണം. അല്ലല്ല, ആസ്തികളെ ജയിക്കണം, ആഗ്രഹങ്ങളെ ജയിക്കണം. ഇന്ന് രാത്രി സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കുന്ന എവരിത്തിങ് ദാറ്റ് എക്സോർട്ടിങ് അഗൈൻസ്റ്റ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന സകലത്തെയും കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവമക്കളെ, അക്കരെ നാട്ടിൽ പോകുക എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പെന്തിക്കോസുകാരൻ്റെ സ്വപ്നം തന്നെ ഇവിടം വിട്ട് ഞങ്ങൾക്കൊന്ന് പോകണമെന്ന്. മീറ്റിംഗ് കഴിഞ്ഞല്ല, അക്കരെ നാട്ടിൽ പോകണം. ഇന്ന് രാത്രി അതിനു വേണ്ടിയുള്ള ഓട്ടമായി ഇത്. എന്തിനാ കാനഡ റീജിയൻ ഫോം ചെയ്തത്? നോർത്ത് അമേരിക്കയിൽ 5 എണ്ണമായി. ഇനി ഒന്നും കൂടി ഇരിക്കട്ടെ നോർത്തോണ്ടാണോ? ഇവിടെയുള്ള ദൈവസഭകൾക്ക് ഒരു ആത്മീയ നേതൃത്വം വേണം. ദൈവസഭകൾക്ക് ആത്മീയ കൂട്ടായ്മ വേണം. വിശുദ്ധിയിൽ, ഐക്യത്തിൽ ഒരുമിച്ച് വളരണം. ദൈവത്തിൻ്റെ വരവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ ആവർത്തിച്ചു പറഞ്ഞു. വരുവാൻ പോകുന്ന മശിഹയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നിർത്താതെ പറയേണ്ട കാലഘട്ടമാ. ഹല്ലേലൂയ. മാറിപ്പോകുന്ന മണ്ണാകുന്ന വിഷയത്തോടുള്ള വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിത്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലഘട്ടമാണിത്. തലമുറയെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇറ്റ്സ് റൈറ്റ് ടൈം വി നീഡ് ടു ടോക്ക് അബൌട്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഹല്ലേലൂയ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തലമുറയെ പഠിപ്പിക്കേണ്ട കാലഘട്ടമായത്. ഹല്ലേലൂയ. 4-5 അധ്യായങ്ങൾ ശ്രദ്ധിക്കണം. 4-5 അധ്യായങ്ങൾ സ്വർഗീയ ആരാധനയുടെ വെളിപ്പാടാണ്. എങ്ങനെയാ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇപ്പോൾ ദൈവദാസന്മാർ മുന്നോട്ട് വന്ന് 2 പാട്ട് പാടി നമ്മൾ ആരാധിക്കും എന്ന് പറയുന്നതല്ല സ്വർഗീയ ആരാധന. സ്വർഗീയ ആരാധനയ്ക്ക് ഇറ്റ് ഹാസ് 4 ആസ്പെക്ട്, 4 വശങ്ങളുണ്ട്. അതൊന്ന് മാത്രം ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാം. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും സഭ ഇപ്പോൾ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അവിടെ ഇരുന്നു കൊണ്ട് നാം കാണുന്ന 24 മൂപ്പന്മാർ അവരുടെ തങ്ക കിരീടങ്ങളെ ഹല്ലേലൂയ കുഞ്ഞാടിൻ്റെ മുമ്പാകെ താഴ്ത്തി വെച്ച്, തലക്കനവും തൻ്റെ ഇടവും തങ്ക കിരീടവും ഒക്കെ താഴ്ത്തു വെക്കാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി സത്യാരാധന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമുക്കുള്ളതെല്ലാം അവൻ്റെ മുമ്പാകെ വിനയപ്പെടുത്തി അർപ്പിച്ചാരാധിക്കുന്ന ഈ ആരാധനയാ ദൈവമക്കളെ സത്യാരാധന. ഹല്ലേലൂയ. പിന്നീട് കാണുന്ന 4 ജീവികളാണ്. ആ വാക്യം ഞാൻ വായിക്കാൻ പോകുക. 4 ജീവികളാണ്. 4 ജീവികൾ അല്ലെങ്കിൽ 4 ദൂതന്മാരാണെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അവർ ചിറകുകൊണ്ട് പറക്കുന്ന കൊണ്ട് കെരൂബുകൾക്ക് തുല്യമായിരിക്കാം. അവരുടെ ആരാധന ഒന്ന് നോക്കിയാട്ട് ആരാധനയുടെ 4 വീക്ഷണ കോണുകളെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും. ശ്രദ്ധിക്കണം. 1 അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും. 2 അവയ്ക്ക് പിമ്പുറവും കണ്ണു നിറഞ്ഞിരുന്നു. കണ്ണുണ്ട്. 8-ാം വാക്യം.
4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ഒന്ന് അവയ്ക്ക് മുമ്പുറത്ത് കണ്ണുണ്ട്, 2 പിമ്പുറത്ത് കണ്ണുണ്ട്, 3 അവയ്ക്ക് അകത്ത് കണ്ണുണ്ട്, 4 അവയ്ക്ക് ചുറ്റിലും കണ്ണുണ്ട്. ആരാധിക്കുന്നവന്റെ 4 വീക്ഷണങ്ങളാണ്. നമ്പർ 1 റെട്രോസ്പെക്റ്റ്, ഒരു പിൻവീക്ഷണം ഉണ്ടായിരിക്കണം. പുറകിൽ കണ്ണ് വേണം. ഓടി വന്ന ഉടനെ പാട്ട് പാടാന്ന് പറഞ്ഞ് പാടി തുടങ്ങിയല്ല, വന്ന വഴി അറിയാവുന്നവനെ ആരാധിക്കാൻ പറ്റൂ. പുറകോട്ട് നോക്കണം. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസൻ ക്രൂശിന്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയില്ലേ? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ മുമ്പിൽ ഹി പെയ്ഡ് ഇറ്റ് ഓൾ. സ്വർഗം മുതൽ മുടക്കിയത് കൊണ്ടാ ഈ മൈക്രോഫോൺ എടുത്ത് ഇവിടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായത്. സ്വർഗത്തിന് ചിലവുണ്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്, നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിക്കുന്നതിന് സ്വർഗം ഒരു മുതൽ മുടക്കി. പിൻപുറത്തൊരു കണ്ണു വേണം. വന്ന വഴി മറക്കാത്തവർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ഭക്തന്മാർക്കുണ്ടെങ്കിൽ അവർക്ക് ആരും ഉത്സാഹിപ്പിക്കേണ്ട. അവർ വരുമ്പോൾ മുതൽ ആരാധിച്ചു തുടങ്ങും. അവരുടെ സ്തോത്രത്തിനൊരു പ്രത്യേകതയുണ്ട്, അവരുടെ കയ്യടിക്കൊരു താളമുണ്ട്, അവരുടെ ആരാധനയ്ക്കൊരു മാധുര്യമുണ്ട്. കാരണം അവർക്കറിയാം, വന്ന വഴി അവർക്കറിയാം, നടന്ന വഴി അവർക്കറിയാം. ഒരിക്കലും മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ലാത്തടത്ത് ആഴമുള്ള കുഴിയാ, കുഴഞ്ഞ ചേറായിരുന്നു, അല്ലെങ്കിൽ താണുപോകുന്ന മണ്ഡലമാ. ഇന്നെന്നെ പാറമേൽ നിർത്തി എനിക്ക് സ്ഥിരമായ വഴിയുണ്ടാക്കി വായിൽ തന്നത് പുതിയ പാട്ട്. ഞാൻ എങ്ങനെ പാടാതിരിക്കും? അകത്ത് ആരാധനയുള്ളവന് വന്ന വഴി അറിയാം. നമ്പർ 2 ഇൻട്രോസ്പെക്റ്റ്. അവനറിയാം, അകം ഒന്ന് നോക്കണം. ആരാധിക്കുമ്പോൾ കയ്യടിയുടെ താളമല്ല ആരാധന, അകവും ഹല്ലേലൂയ കാണുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. കായീൻ ആരാധിക്കാൻ ഓടിക്കേറി വരികയാ. എന്താ കുഞ്ഞെ കുഴപ്പം? കൊണ്ടുവന്ന വസ്തുവാണ്. അല്ല, നീ ഇനി ആടിനെ കൊണ്ടുവന്നാലും നിന്റെ ആരാധന എനിക്ക് വേണ്ട കായീനെ. കാരണം നിന്റെ അകത്ത് സഹോദരനെ കൊല്ലുവാനുള്ള കത്തിയുള്ളപ്പോൾ നീ അടിക്കുന്ന കയ്യടി ഇവിടെ വേണ്ട എന്ന്. സഹോദരന് വിരോധമായി സംസാരിക്കുന്ന, സഹോദരന് വിരോധമായി എഴുതുന്ന, സഹോദരന് വിരോധമായി പ്രസംഗിക്കുന്ന, സഹോദരന് വിരോധമായി ആക്രോശിക്കുന്നവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. യു നീഡ് ടു ഹാവ് ഇൻട്രോസ്പെക്റ്റ്. അകക്കാഴ്ച ഉണ്ടായിരിക്കണം. അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, എന്നെ അന്തരംഗത്തിൽ ജ്ഞാനം കഴിപ്പിക്കണമേ. ഹല്ലേലൂയ. ആടുമാടുകളെ കൂട്ടമായി കൊണ്ടുവന്ന് ആലയത്തിൽ പുരോഹിതന്മാരെ കൂറുപ്രകാരം നിരത്തി നിർത്തിയിട്ട് ധൂപവർഗത്തിന്റെ പുക ആഘോഷത്തോളം ഉയർന്നിട്ട് തൊലി പൊളിക്കുവാൻ ലേവ്യരും കണ്ണം കണ്ണമായി മുറിക്കുവാൻ പുരോഹിതന്മാരും നിരന്നു നിൽക്കുമ്പോൾ ദാവീദിന്റെ ചെവിക്കകത്ത് ശബ്ദം മുഴങ്ങി, ഹനനയാഗം എനിക്ക് വേണ്ട, ഭോജനയാഗത്തിൽ ഹോമയാഗത്തിൽ എനിക്ക് പ്രസാദമില്ല. എന്താ കർത്താവേ, ഇവരെല്ലാം റെഡിയല്ലേ? പാട്ടുകാർ റെഡിയാ, പാസ്റ്റർമാർ റെഡിയാ, റീജൻ റെഡിയാ, പിന്നെന്താ ആരാധന വേണ്ടാത്ത? സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് വേണ്ടത് ഉടഞ്ഞ ഹൃദയത്തിന്റെ ആരാധനയാ, എനിക്ക് വേണ്ടത് നുറുങ്ങിയ ഹൃദയത്തിന്റെ ആഗ്രഹമാ. ഇന്ന് രാത്രികാലം ഉടയാത്ത ഹൃദയത്തിന്റെ, സമർപ്പിക്കാത്ത ഹൃദയത്തിന്റെ, ഏൽപ്പിക്കാത്ത ഹൃദയത്തിന്റെ, അർപ്പണം ചെയ്യാത്ത ഒരു ഹൃദയത്തിന്റെയും ആരാധന സ്വർഗത്തിന് വേണ്ട. 3 അവർക്ക് ചുറ്റും കണ്ണുണ്ട്. ഹല്ലേലൂയ. സർക്കംസ്പെക്റ്റ്. അവർക്കൊരു ബാഹ്യവീക്ഷണം. ആരാധിക്കുന്നവൻ സ്വന്തം കാര്യം നോക്കുന്നവനല്ല, കൂട്ടു സഹോദരനോട് എങ്ങനായിരിക്കും എന്ന് അറിയണം ആരാധനയ്ക്ക്. ഹല്ലേലൂയ. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷി. കർത്തൃമേശയുടെ മുമ്പിലെ സമർപ്പണമല്ലെന്നേ, 24 മണിക്കൂറും ലോകത്തോടും ദൈവത്തോടും കടപ്പാടുണ്ട് നമുക്ക്. Praise the Lord. Hallelujah. We are not isolated people, but we are insulated. വേർപെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരോടും ചേരാത്തവനെന്നല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. എനിക്ക് ഞാൻ ആരാന്ന് ഇന്നലെ രാത്രി നാം കേട്ടതാണ്. വിളിച്ച വിളിയുടെ ആശയം എന്താണെന്നറിയാം? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാ ലോക സ്ഥാപനത്തിന് മുമ്പേ സ്വർഗം നമ്മളെ വിളിച്ചതെന്ന്. അത് തിരിച്ചറിയണം. ബാഹ്യ ലോകവുമായി മറ്റുള്ളവരുമായി ക്രമീകരണം പ്രാപിക്കാത്ത, കുടുംബവുമായി ചേർന്ന് പോകാത്ത, കൂട്ടു സഹോദരനുമായി ചേർന്ന് പോകാത്ത, കൂട്ടു സഭകളുമായി ചേർന്ന് പോകാത്ത നമ്മുടെ ആരാധന ദൈവത്തിന് വേണ്ട. ആൻഡ് ഫോർത്തിലി, മുമ്പുറത്ത് കണ്ണുണ്ട്. പ്രൈസ് ഗോഡ്. ആൻഡ് പ്രോസ്പെക്റ്റ്. ഒരു മുൻവീക്ഷണം വേണം. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാഴ്ചപ്പാട് വേണം.
ഈ മണ്ണിൽ കുഴിച്ചിടുന്ന 6 അടി മണ്ണിലെ ജീവിതമല്ലെന്നേ, കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാ ഞാനെന്ന ബോധ്യത്തോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, വഴി പോയത് അറിഞ്ഞില്ല. വർഷം 300 കഴിഞ്ഞു. സ്വർഗം പറഞ്ഞു, യു വാക്ക്ഡ് എ ലോക്ക് വിത്ത് മീ, ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗോ ബാക്ക്, കം ആൻഡ് റെസ്റ്റ് വിത്ത് മീ. ഹല്ലേലൂയ. തിരിച്ചു പോകുന്നതിനെക്കാട്ടി കുഞ്ഞേ എന്നോട് ചേർന്ന് അങ്ങ് അക്കരെ നാട്ടിൽ പോകൂ. അതാ ദൈവമക്കളുടെ ഹല്ലേലൂയ നന്മയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നിങ്ങളറിയത്തില്ല, ആക്സിഡന്റ് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, രോഗമായിരിക്കാം, സാധാരണ മരണമായിരിക്കാം, വാർദ്ധക്യ മരണമായിരിക്കാം, യൗവനത്തിലെ മരണമായിരിക്കാം. പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇവിടെ വീണാൽ അവിടെ എഴുന്നേറ്റാലും ഇവിടെ തുടങ്ങിയ ആരാധന അക്കരെ നാട്ടിൽ തുടരുവാൻ ഇന്നേ ആരാധിക്കുന്ന ആത്മാവിന്റെ തിളക്കമുള്ള, ആത്മാവിന്റെ കുതുകമുള്ള ദൈവസഭയ്ക്കായി, ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ, സ്തോത്രം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും മഹാപീഡന കാലമാണ്. ആരും പേടിക്കണ്ട, നമ്മളിവിടെ ഇല്ലല്ലോ. ആരും ഉണ്ടല്ലോ? നമ്മളിവിടെ ഇല്ലെന്നേ. നമ്മളിവിടെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് അധികം ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങ് പോയി കഴിഞ്ഞു, പിന്നെ ഇവിടെ എന്തെല്ലാം നടക്കട്ടെ അല്ലേ. പക്ഷേ ആ കാലത്ത് ഇവിടെ ആരും ഉണ്ടാകാതിരിക്കാൻ സഭയ്ക്കൊരു ദൗത്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സുവിശേഷ വേലയുടെ ദൗത്യം ഇന്ന് രാത്രി ദൈവസഭ ഏറ്റെടുക്കണം. ഒരുവനെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു സ്വപ്നമായിരിക്കട്ടെ ദൈവസഭയുടെ ഏറ്റവും വലിയ സ്വപ്നം. അന്ത്യകാലത്ത് ഹല്ലേലൂയ സകല ജഡത്തിന് മേലും പകരുന്ന ഈ ആത്മശക്തിയിലേക്ക് ചിലരോട് ആദായപ്പെടണം. ദൈവസഭയുടെ അംഗങ്ങളായി ചിലരെ കൂടെ ആദായപ്പെടുത്തണം. ഈ സ്വപ്നത്തോടെ വേണം സഭ മുന്നോട്ട് പോകുവാൻ. 19-ാം അധ്യായം മഹാരാജാവിൻ്റെ മടങ്ങി വരവാ. മേഘങ്ങളെ തേരാക്കി വിശുദ്ധന്മാരോടൊരുമിച്ച് ഹല്ലേലൂയ യേശു മഹാരാജാവ്, ഹല്ലേലൂയ നീതിയോടെ വാഴുന്ന രാജാവ് മടങ്ങി വരുന്നത് 19-ാം അധ്യായം. വെളിപ്പാട് 20-ന്റെ 1 തൊട്ട് 10 വരെ 1000 ആണ്ട് വാഴ്ചയാണ്. നീതിയോടൊരു രാജാവ് വാഴുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ ദ മില്ലേനിയം റൂൾ അവിടെ കാണുന്നത് അവിടെയാണ്. സ്തോത്രം. 11 തൊട്ട് 20-ന്റെ 11 തൊട്ട് 15 വരെ വെള്ളസിംഹാസന വിധി. ദൈവജനം അറിയാവുന്ന, പഠിക്കുന്ന ദൈവദാസന്മാർ അവിടെ ഇരിക്കുന്നത് എളുപ്പമാണല്ലോ പറഞ്ഞു പോകാൻ. ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെ ക്രിസ്തുവിനെ അറിയാതെ മരിച്ച ആ ബാലവൃദ്ധം ജനങ്ങളും ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. 21, 22 അധ്യായങ്ങളാണ് നമ്മുടെ സ്വപ്നഭൂമി. ഹല്ലേലൂയ. 21, 22 അധ്യായങ്ങൾ പാപമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത പുത്തനാം യെരൂശലേമിൻ്റെ വർണ്ണ വിവരണങ്ങളാണ് 21, 22 അധ്യായം. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞു. ആമേൻ കർത്താവേ വരണേ, നമുക്ക് വീട്ടിൽ പോകാം. ഇത്രയുള്ള ദൈവമക്കളെ വെളിപ്പാട് പുസ്തകം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വന്നിട്ട് ചില ചിന്തകൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം അവസാനം കുറിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ കാണുകയാണ് 5-ാം അധ്യായം. അനന്തരം സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവൻ്റെ വലങ്കയിൽ ഒരു പുസ്തകമുണ്ട്, അതിനകത്തും പുറത്തും എഴുത്തുണ്ട്. ആ എഴുത്തും അതിന് മേലൊരു മുദ്രയുണ്ട്. പെട്ടെന്നൊരു ചോദ്യം കേൾക്കുക. ഒരു ശക്തനായ ദൂതൻ, ഈ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരെങ്കിലും ഉണ്ടോ? അതിഘോരമായ ശബ്ദമാണ്. നോക്കി, ചുറ്റുപാടും നോക്കി, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും പുസ്തകം തുറക്കാനും മുദ്ര പൊട്ടിപ്പാനും ആരെയും കാണുന്നില്ല. യോഹന്നാൻ കരയാൻ തുടങ്ങി. മൂപ്പന്മാർ ഒരുവൻ പറഞ്ഞു, ആ വാക്യം നമ്മൾ വായിച്ചത്, കുഞ്ഞെ നീ കരയൊന്നും വേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേരുമായവൻ ഈ മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും യോഗ്യനായിരിക്കുന്നു. യോഹന്നാൻ തിരിഞ്ഞു നോക്കി, ഒരു കാഴ്ച കണ്ടു. സിംഹാസനത്തിൻ്റെ നടുവില്, അല്ലെങ്കിൽ ആ വീതിയില്, 4 ജീവികളുടെ നടുവില്, മൂപ്പന്മാരുടെ നടുവില് അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ, കാലയവനയ്ക്കുള്ളിൽ കുരുളറക്കപ്പെട്ട ദൈവ കുഞ്ഞാട് യേശു തമ്പുരാൻ തേജസ്സോടെ അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടു. സ്തോത്രം. അവിടെ കേട്ട ശബ്ദമാണ് നാം വായിച്ചത്. അവൻ മുദ്ര പൊട്ടിപ്പാനും ഹല്ലേലൂയ അവൻ പുസ്തകം തുറപ്പാനും യോഗ്യൻ. കാരണം കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിൽ നിന്നും, സകല ഗോത്രത്തിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും നീ ഇവരെ വിലയ്ക്ക് വാങ്ങി. ചൂണ്ടിക്കാണിക്കുക ഒരു കൂട്ടം ജനങ്ങളെ, നീ ഇവരെ വിലയ്ക്ക് വാങ്ങി, നീ ഇവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. തുടർന്നുള്ള വാക്യമാ, അറുക്കപ്പെട്ട കുഞ്ഞാട് ധനവും ജ്ഞാനവും മഹത്വവും ബഹുമാനവും സ്തോത്രവും സ്തുതിയും യോഗ്യൻ എന്ന് ആർപ്പെട്ടു പറഞ്ഞു. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം ഇതാണ്, യേശു യോഗ്യൻ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? പാട്ടിൽ കൂടെ കേട്ടു, ദൈവദാസൻ ഇന്നലെ രാത്രി അവതരിപ്പിച്ചു. ഇന്ന് രാത്രി ഒരു 5 കാര്യം ഹല്ലേലൂയ തുടർന്നുള്ള മിനിറ്റ് കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യേശു മാത്രം യോഗ്യനെന്ന് ദൈവസഭ എന്തുകൊണ്ട് വിളിച്ചു പറയുന്നു? ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് പ്രസംഗിക്കുന്നു? കഴിഞ്ഞ 27 വർഷമായിട്ട് why did I preach the same message? Why? My Lord is alone worthy.
എന്തുകൊണ്ടാണ് എൻ്റെ യേശു മാത്രം യോഗ്യൻ? എത്രയോ യോഗ്യന്മാരെന്ന് പറഞ്ഞവർ വന്ന് മൺമറഞ്ഞു പോയ ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തിലും ആഡംബരത്തിൻ്റെ നാടായ നോർത്ത് അമേരിക്കയിലും അറേബ്യൻ മണ്ണിലുമൊക്കെ എത്രയോ മഹാരഥന്മാർ വന്നു പറന്നുപോയി. പക്ഷെ അവരാരും യോഗ്യനല്ല. പക്ഷെ ഇന്നും ഭൂമിയിൽ വിളിച്ചു പറയുവാൻ എനിക്കും നിങ്ങൾക്കും പാടുവാനും പ്രസംഗിപ്പാനും ഉള്ളത് യേശു മാത്രം യോഗ്യൻ. കാരണം ഒന്ന്, ഹി ഈസ് വർത്തി ബിക്കോസ് ഓഫ് ഹിസ് സോവർണിറ്റി. അവൻ പരമാധികാരിയായാൽ, കർത്തദാസ് ഇന്നലെ രാത്രി പറഞ്ഞു, നിങ്ങൾ അതോടെ ആ പ്രസംഗം കൂടെ ഓർത്തിരുന്നാൽ മാത്രം മതി. അവൻ സകലത്തിനും അധികാരിയാകയാൽ, സർവശക്തനാകയാൽ, സർവജ്ഞാനിയാകയാൽ, സർവവ്യാപിയാകയാൽ, സൽഗുണപൂർണനാകയാൽ, സകല സമ്പൂർണനാകയാൽ, സർവാംഗ സുന്ദരനാകയാൽ എൻ്റെ യേശു യോഗ്യൻ. യേശുവിന് സകലത്തിന്മേലും അധികാരമുണ്ട്. തൻ്റെ മടക്കയാത്രയുടെ ദിവസം ഒലൂമലയിലേക്ക് കൊണ്ടുപോയി മഹാപുരോഹിതന്മാർ ഹല്ലേലൂയ തൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്ന പോലെ തൻ്റെ വിശുദ്ധ കരമുയർത്തി, ആണിപ്പെടുത്തുള്ള കരം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ സമാപന സന്ദേശം, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ 5 അധികാരങ്ങൾ, എല്ലാ അധികാരങ്ങളും ഈ 5 അധികാരങ്ങൾക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഒന്ന്, യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ശബത്ത് ദിനത്തിൽ പള്ളിയിൽ പിറുപിറുക്കുമ്പോൾ യേശു പറയുന്നു, മത്തായി 9:6, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കിടക്കി എടുത്ത് നടക്ക എന്ന് പറയുകയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച് ന്യായപ്രമാണത്തിൻ്റെ പിൻബലത്തോടെ കൂർത്ത മൂർത്ത കല്ലുകൊണ്ട് എറിഞ്ഞൊതുക്കി കൊന്നെടുക്കുവാൻ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ പാപം ചെയ്യുന്നവൻ്റെ പേര് മണ്ണിൽ എഴുതി വെക്കുമെന്ന പ്രമാണത്തിൻ്റെ പിൻബലത്തിലോ എന്തോ ദൈവം മണ്ണിൽ കുത്തിക്കുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്ലുകൾ മാത്രം പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഒടുവിൽ ഒരു കൽക്കൂമ്പാരവും സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു. തലപൊക്കി യേശു ചോദിക്കുന്നു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, മേലാൽ പാപം ചെയ്തുവെന്ന് സകലരും മുദ്ര കുത്തിയവളെ ഒറ്റ നിമിഷം കൊണ്ട് മേലാൽ പാപം ചെയ്യരുത് എന്ന വാക്യത്തോടെ പുതു സൃഷ്ടിയാക്കുവാൻ പാപത്തിന്മേൽ അധികാരമുള്ള യേശുവിനല്ലാതെ ആർക്ക് കഴിയും? ബെഥേസ്ദ കുളക്കരയിൽ 38 വർഷമായി കിടക്കിയോട് ചേർന്ന് പറ്റിപ്പോയവനെ സൗഖ്യം കൊടുത്തിട്ട് വീണ്ടും കാണുമ്പോൾ യേശു എന്താ പറഞ്ഞത്? അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത്. അതെ, 38 വർഷം പഴക്കമുള്ളതാണെങ്കിലും ഒരു പുതിയ ജീവിതമുണ്ടെങ്കിൽ പാപരഹിതമായി ജീവിച്ചാൽ നിന്റെ ജീവിതം നന്മയായിരിക്കുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുവാൻ പാപമോചനം കൊടുക്കുന്ന ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 2, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടല്ലോ. ഇന്ന് ഇവിടെ രാത്രി ഇരിക്കുന്ന നിങ്ങൾ ഭയപ്പെടുന്ന പലതുമുണ്ട്, അതിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ആർത്തിരമ്പുന്ന തിരമാലയെ ചവിട്ടി മതിച്ചുകൊണ്ടും കാറ്റിനെതിരെ കൈവീശിക്കൊണ്ടും യേശു നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ചില്ലേ, ഓ ഗുരു, ഹല്ലേലൂയ, നോക്കൂ, ശിഷ്യന്മാരോട് ചോദിക്കുക, കാറ്റും കടലും കൂടെ അനുസരിക്കത്തക്കവണ്ണം ഇവൻ ആരാ? കാനായില്ലല്ലോ, മണമില്ലാത്ത, നിറമില്ലാത്ത, വിലയില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത കൽപ്പാത്ര, കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തെ കൽപ്പാത്രത്തിലും അവിടുന്ന് കലവറയിലേക്കും വീഞ്ഞാക്കി മാറ്റുവാൻ, രൂപാന്തരം വരുത്തുവാൻ, പച്ചവെള്ളത്തിന് മാറ്റം വരുത്തുവാൻ ആർക്ക് കഴിയും? അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി മണമില്ലെന്നും ഗുണമില്ലെന്നും രുചിയില്ലെന്നും വിലയില്ലെന്നും അല്ലലി പറഞ്ഞ് നീ എഴുതി തള്ളിയതിനെ സ്വർഗമൊന്ന് നോക്കിയാൽ, സ്വർഗമൊന്ന് തൊട്ടാൽ ഇന്ന് രാത്രി അതിൻ്റെ വില മാറും, അതിൻ്റെ നില മാറും, അതിൻ്റെ നിലവാരം മാറും, അതിൻ്റെ മണം മാറും, അതിൻ്റെ ഗതിവിഗതികൾ മാറും, അതിൻ്റെ രുചി മാറും, അതിൻ്റെ അവസ്ഥ മാറും. കിണറ്റിലെ പച്ചവെള്ളം നിന്റെ കുടുംബത്തിലെ ആഘോഷമാക്കി മാറ്റുന്ന, കല്യാണ പന്തലിലെ വീഞ്ഞാക്കി മാറ്റുന്ന, കലവറയിലെ മധുരമാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തിക്കായി എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. അവൻ അധികാരമുണ്ട്. ഒരു നോട്ടം നോക്കിയാൽ മതി, ഇല മാത്രം, കൊമ്പ് മാത്രം കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന കാട്ടത്തികളൊക്കെ വേരോട് ഉണങ്ങിപ്പോകുന്നത് യേശുവിൻ്റെ ഒറ്റ വാക്കിനാ. ഇന്ന് രാത്രി ഫലമില്ലാതെ, ആർക്കും പ്രയോജനമില്ലാതെ, ഹല്ലേലൂയ, വെറുതെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ജീവിതത്തെ ഫലശൂന്യമാക്കുന്ന ചില അടിവേരുകളെ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. സ്വർഗം ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, ഈ ദേശത്തൊക്കെ പടുവൃക്ഷം പോലെ വളർന്ന പട്ടണഭൂതങ്ങൾ ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി
പടർന്നു നിൽക്കുന്ന ചില കൊമ്പുകൾ, അതിൻ്റെ പച്ചപ്പുകൾ, അതിൻ്റെ ആഡംബരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എത്ര ദൈവമക്കൾ, എത്ര അഭിഷിക്തന്മാർ അധികാരത്തോടെ കൽപ്പിക്കും, കാട്ടത്തികൾ ഇന്ന് രാത്രി വേരോടെ ഉണങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. ഗദരദേശത്തെ 6000 ഭൂതം ബാധിച്ചവനെയും കനാന്യ സ്ത്രീയുടെ ഭൂതം ബാധിച്ച മകളെയും ചന്ദ്രരോഗം ബാധിച്ചു പലപ്പോഴും തീയിലും വെള്ളത്തിലും വലിച്ചിഴക്കപ്പെട്ട യൗവനക്കാരനെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത കൊടുക്കുമ്പോൾ സ്വർഗം തെളിയിക്കുക. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. അറിയാമല്ലോ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു യേശു രോഗസൗഖ്യം തരുന്ന ദൈവമാണ്. മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചാലും, എത്ര സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നാലും ദൈവമക്കൾ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറയണം, ഞങ്ങൾക്കൊരു കർത്താവിനെ അറിയാം, അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കുരുടനും മുടന്തനും ചെകിടനും ഊമനും കുട്ടരോഗിയും കുട്ടലുയ്യ 12 വർഷമായി രക്തസ്രാവം ബാധിച്ചവളും പക്ഷവാതം പിടിച്ചവനും ഒക്കെ ചാടിത്തുള്ളി നടന്നു പോകുന്ന കണ്ടോ. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് മരണത്തിൻ്റെ മേൽ, മരിച്ചു ഉടനെ യായൂറോസിൻ്റെ മകളെയും കല്ലറയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന മഞ്ചത്തിൽ നിന്ന് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെയും മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നസ്രായൻ പ്രഖ്യാപിക്കുന്നു, മനുഷ്യപുത്രനും മരണപാതാളത്തിൻ്റെ മേൽ അധികാരമുണ്ട്. 1, യേശു യോഗ്യൻ ബിക്കോസ് ഓഫ് ഹിസ് സോവർണിറ്റി. 2, യേശു മാത്രം യോഗ്യൻ ബിക്കോസ് ഓഫ് ഹിസ് സിൻലെസ്നെസ്. പാപരഹിതനായതുകൊണ്ടാ യേശു പരമയോഗ്യൻ. പരിശുദ്ധനാണ് എൻ്റെ യേശു. അവനിലൊരു ഊനമില്ലെന്ന്. യോർദാൻ്റെ തീരത്തേക്ക് ഓടിപ്പോയേ, അവിടെ ഭയങ്കര സ്നാനം നടക്കിയ യോഹന്നാൻ സ്നാപകൻ്റെ ചാട്ടുളി പോലുള്ള പ്രസംഗം ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പരീശരും ശാസ്ത്രിമാരും സദൂക്യരും യഹൂദ്യരും യെരുശലേമിലും യോർദാൻ്റെ ഇരുവശത്തും പാർക്കുന്നവരൊക്കെ വിറച്ചു മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേൽക്കുവാൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാ ഒരുവൻ പിന്നാലെ 60 കിലോമീറ്റർ നടന്ന് യേശുവും കടന്നു വരുന്നു. എല്ലാവരും പാപം ഏറ്റുപറഞ്ഞു അനുദപിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, യേശു പ്രാർത്ഥിക്കുക. കാരണം അവൻ ഏറ്റുപറയാൻ എന്തില്ല? പാപമില്ലായിരുന്നെന്ന്. ദൈവപുത്രനെ തൊട്ട് മുമ്പിൽ കണ്ടപ്പോൾ, അടുത്ത സ്നാനാർത്ഥിയെ കണ്ടപ്പോൾ സ്നാനപ്പെടുത്തുന്ന ആൾ വിറച്ചുപോയി. തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ഉടനെ പുള്ളി പറഞ്ഞു, എനിക്കൂടെ ഒന്ന് സ്നാനപ്പെടണം. നിന്നാ സ്നാനം ഏൽക്കുന്നത്. സത്യത്തിൽ യേശു ഇവിടെ വന്നാൽ നമുക്ക് ഒന്നുകൂടെ സ്നാനപ്പെടാൻ തോന്നും. കാരണം സ്നാനപ്പെട്ടിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ക്രൈസ്തവല്ലേ, ഇത് വരുവാനുള്ള മശികയാണോ? നിന്നെ ഒന്നുകൂടെ കാത്തിരിക്കണോ? ഇത്രയും നാളും കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് നമ്മുടെ നടപ്പും ഇരിപ്പുമൊക്കെ കണ്ടാൽ നമുക്കും തോന്നും വരുവാനുള്ളവൻ. ഒന്നുകൂടെ സ്നാനപ്പെടാൻ തോന്നും. യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറയുക, ഗുരു നിന്നാ സ്നാനപ്പെടേണ്ടത് എനിക്ക് ആവശ്യം. വിറയ്ക്കുന്ന കൈയോടെ സൃഷ്ടിയുടെ മുമ്പിൽ തല കുനിക്കുമ്പോൾ യോഹന്നാൻ ആ കാഴ്ച കണ്ടു. സ്നാനക്കുളത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ആവസിക്കുന്നു. ഒരു അശരീരി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവൻ, വീശുമുറം കയ്യിലുള്ളവൻ, കളത്തെ മുറ്റും വെടിപ്പാക്കുന്നവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ ആരല്ല. ആരാ വിളിച്ചു പറയുന്നത്? സക്കരിയ പുരോഹിതൻ്റെ മകൻ, ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധി, ലേവിയ ഗോത്രത്തിലെ അംഗം, ദേവാലയത്തിൻ്റെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ കർമാനുഷ്ഠങ്ങളുടെ പ്രതിനിധി വിളിച്ചു പറയുക, ഐ എം നോട്ട് വർത്തി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ വലിയവനാ. മാനവകുലത്തിൻ്റെ പ്രതിനിധി വിളിച്ചു പറയുന്നു, ഈ യോഗ്യന്റെ മുമ്പിൽ ഞാൻ ആരല്ല, യോഗ്യനല്ല. ശതാധിപൻ ലൂക്കോസ് 7-ാം അധ്യായം, റോമ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ പ്രതിനിധി, അവകാശത്തിന്റെ പ്രതിനിധി വിളിച്ചു പറയുക, ഗുരു നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ ആരല്ല, നീ യോഗ്യനല്ല. ലൂക്കോസ് 15, 17, 21. മുടിയംപുത്രൻ എന്ന് നാം പറയുന്ന ആ നഷ്ടപ്പെട്ട മകൻ, അവൻ യൗവന ലോകത്തിൻ്റെ പ്രതിനിധിയാ. ആധുനിക സംസ്കാരത്തിൻ്റെ, ധനത്തിൻ്റെ, പണത്തിൻ്റെ ആധുനികതയുടെ പ്രതിനിധിയാ. അവനും പറയുന്നു, പാപം ചെയ്തതിനാൽ ഞാൻ മകൻ എന്ന പേരിന് യോഗ്യനല്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. ദൈവശാസ്ത്രത്തിൻ്റെ, സഭയുടെ, ദേവാലയത്തിൻ്റെ, ഹല്ലേലൂയ, ആ ശുശ്രൂഷക വൃന്ദത്തിൻ്റെ പ്രതിനിധിയായ പൗലോസും പറയുന്നു, ഞാൻ ആരല്ല, യോഗ്യനല്ല. മാനവകുലത്തിൽ നിന്ന് പിറന്ന ആരും യോഗ്യരല്ലെന്നല്ലേ തെളിവ്. പിന്നെ ആരാ യോഗ്യൻ? യോർദാന്റെ തീരത്ത് മുഴങ്ങിക്കേട്ട 3 സാക്ഷ്യം. ഒന്ന് തൻ്റെ സ്വന്തം സാക്ഷ്യം, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും.
2 സ്വർഗത്തിന്റെ സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3 മനുഷ്യന്റെ സാക്ഷ്യം. ഇന്നലെ ദേവദാസൻ പറഞ്ഞ് ആവർത്തിക്കുന്നു. പീലാത്തോസ് പറയുന്നു, വിധിച്ചു കൊല്ലുവാൻ കയ്യൊപ്പിട്ടവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കത്ത് കൊടുത്തു വിട്ട് പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ ഇടപെടരുത്. കൂടെ ക്രൂശിക്കപ്പെട്ടവൻ പറയുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. കുത്തിയ പടയാളി പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത യൂദ പറയുന്നു, അയ്യോ ഈ 30 വെള്ളിക്കാശ്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തിന്റെ സകലരും ഒരുപോലെ സാക്ഷ്യം പറയുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, എൻ്റെ യേശു എന്താ യോഗ്യൻ. യോർദാന്റെ തീരത്ത് മുഴങ്ങിക്കേട്ട ശബ്ദം, ഊനമില്ലാത്ത, പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത യേശു മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. 3 യേശു മാത്രം യോഗ്യൻ എന്നതിൻ്റെ 3ാമത്തെ തെളിവ്, ബിക്കോസ് ഓഫ് ഹിസ് സബ്മിഷൻ. യേശു സമർപ്പിച്ചു കൊടുത്തന്നേ. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കിട്ടാൻ പാടുള്ള സാധനമാണ് ഈ സമർപ്പണം. സമർപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം സമർപ്പിക്കും, എല്ലാവരും ഒന്ന് സമർപ്പിക്കും. പൊടിയാണ്, കൃമിയാണ്. ഈ പൊടി പുറത്തിറങ്ങിയ പുലിയ, കൃമി കടുവയാണ് പുറത്തിറങ്ങിയ. 7 എന്നൊക്കെ പറയും, അല്ലല്ല പുറത്തിറങ്ങുമ്പോൾ സ്വഭാവം മാറും. കമ്മിറ്റി കൂടണം, പൊടിയും കൃമിയൊക്കെ തടിയും വടിയും അടിയൊക്കെ മാറുന്നത്. ഇന്ന് രാത്രികാലം അല്ലല്ല സമർപ്പണം എന്താണെന്ന് എന്നുണ്ടെങ്കിൽ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ദൈവസ്വരൂപത്തിലിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി 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 വിണ്ണിൻ്റെ രൂപമുള്ളവൻ, ദൈവപ്രതിമ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ, ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ സകലതും നിർമ്മിച്ചവൻ, അവന് വേണ്ടി ഉണ്ടാക്കിയവൻ താഴെ ഇറങ്ങി വന്നു മൺപുഴുവായി മാറി. അതാ സമർപ്പണം എന്ന് പറയുന്നത്. മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അടിയാണ്, നിങ്ങളിൽ ആരാ വലിയവൻ, ഞങ്ങളിൽ ആരാ വലിയവൻ, ആർക്കും ആരെക്കാളും ചെറുതാകണ്ട. 2 പേര് പറയുന്നു, ഞങ്ങൾക്ക് സിംഹാസനത്തിൽ ഇടത്തിരിക്കണം, ഞങ്ങൾക്ക് വലത്തിരിക്കണം. എവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അടിയാ. ഒരുത്തം പറയുന്നതിന് 30 വെള്ളിക്കാശ് കിട്ടും, ഈ പുള്ളിയെ വിറ്റാണെന്ന്. സുവിശേഷം വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടരപ്പുറത്ത്. ഇതിൻ്റെ നടുവിൽ ആർക്കും ചെറുതാകണ്ട. പക്ഷെ എൻ്റെ യേശു മാത്രം ആരെയും ഒരു തുവർത്ത് ചുറ്റിയിട്ട് എല്ലാവരുടെയും കാല് കഴുകിയിട്ട് അവൻ തെളിയിച്ചു കൊടുത്തു താഴ്മ എന്താണെന്ന്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ടാണ് എൻ്റെ യേശു പരമയോഗ്യൻ? ബിക്കോസ് ഓഫ് ഹിസ് സബ്മിഷൻ. അവൻ താഴ്ത്തിയത് കൊണ്ട്, അവൻ പരമത്താലും താഴ്ത്തിയത് കൊണ്ട് ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മീതെ നാമം തന്നു. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ അവൻ്റെ മുമ്പിൽ മടങ്ങും. ദൈവമക്കളെ, ആർക്കാ ദൈവം കൃപ തരുന്നത്? സിമ്പിൾ പ്രിൻസിപ്പിളാണ്. 21 ദിവസം ഉപവാസം ഇരിക്കുന്നു, അയ്യോ ആ പാസ്റ്റർക്ക് എന്തോ ഒരു കൃപയാ. പക്ഷെ വീട്ടിൽ ചെന്ന് ചോദിക്കണം എത്രയുണ്ടെന്ന് കൃപ. ദൈവം ആർക്കാ കൃപ കൊടുക്കുന്നത്? താഴ്മയുള്ളവർക്ക്. സിമ്പിൾ പ്രിൻസിപ്പിൾ, ജസ്റ്റ് ഹംബിൾ യുവർ സെൽഫ്. അല്ലെങ്കിൽ 21 ദിവസം 40 ദിവസം ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. താഴ്ത്തി കൊടുക്കുന്നവനെല്ലാം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൃപ കിട്ടാൻ വേണ്ടി ദൈവസന്നിധിയിൽ പൊടിയോളം താഴ്ത്തട്ടെ, പൊടിയോളം താഴ്ത്തട്ടെ. 4 യേശു എന്തുകൊണ്ട് യോഗ്യൻ? ബിക്കോസ് ഓഫ് ഹിസ് സാക്രിഫൈസ്. അതാ ഇന്നലെ രാത്രി ഇവിടെ മുഴുകിക്കേട്ട പെന്തിക്കോസ്തിൻ്റെ ഏറ്റവും അഭിമാനമായ സന്ദേശം. അവൻ്റെ പാപ പരിഹാര ബലി നിമിത്തം യേശു യോഗ്യൻ. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് ഇന്നലെ രാത്രി ദൈവദാസൻ എത്ര ചന്തമായി ചിട്ടയായി അത് നമ്മുടെ മുമ്പിൽ വിവരിച്ച് കിട്ടി. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ടില്ലെങ്കിൽ നമ്മുടെ അകത്തെന്തോ മുറിവേറ്റിട്ടില്ല. ഇന്ന് രാത്രി ഓർത്തോണം, ഹല്ലേലൂയ. അസാധ്യമെന്ന് ദൈവിക നീതിന്യായ കോടതി വിധി എഴുതിയതാ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. പ്രായച്ചിത്തമായി, ഹല്ലേലൂയ. ആര് പോകും? ആർക്കും അറിയത്തില്ല. എല്ലാവരും കൈമലർത്തി. ജീവബലവൃക്ഷം ഇനിയും കിട്ടത്തില്ല. സ്വർഗീയ പരദീസ ഇനി പുനഃപ്രവേശനമില്ല. ന്യായപ്രമാണങ്ങളും തത്വങ്ങളും ആചാര്യങ്ങളും മതങ്ങളും ഒരുപോലെ തലകുലുക്കി സമ്മതിച്ചു. ഒരാത്മാവിൻ്റെ വീണ്ടെടുപ്പ് പൊന്നിനും വെള്ളിക്കും വിലയേറിയ രത്നങ്ങൾക്കും അല്ല. ഈ അഖിലാണ്ടം മുഴുവൻ തീരെഴുതി കൊടുത്താലും സാധ്യമല്ലെന്ന് പറഞ്ഞ് തലകുനിച്ചു മാറി നിൽക്കുമ്പോൾ ഇതാ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു. ദൈവിക നീതിന്യായ കോടതിയുടെ നടുവിൽ, അത് മറ്റാരുടെയുമല്ല, തൃത്വത്തിൽ രണ്ടാമനായ എൻ്റെ യേശുവിൻ്റെ ശബ്ദം. 40-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് എൻ്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ മുന്തിരിച്ചക്കിനകത്ത് ഞെരിഞ്ഞ മരുവാൻ ഇറങ്ങി വന്ന ദൈവകുഞ്ഞാടേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അങ്ങ് യോഗ്യൻ. ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കുകയാ.
സമയമുണ്ട്, നിങ്ങൾ നോക്കണമേ. എൻ്റെ കൈ കൊണ്ട് ചെയ്ത പാപത്തിനാ യേശുവിൻ്റെ കയ്യിൽ ആണിയടിക്കപ്പെട്ടത്. ഞാൻ കാലുകൊണ്ട് നടന്നുപോയ പാപത്തിനാ യേശുവിൻ്റെ കാലിലേക്ക് കൂർത്ത ആണികൾ തുളച്ചു കയറിയത്. ഞാൻ തല കൊണ്ട് പാപം ചിന്തിച്ചതിനാ യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചിറക്കിയത്. പാപവാക്കുകൾ പറഞ്ഞതിനാ അവന് കയ്പ് കാടി കുടിക്കാൻ കൊടുത്തത്. പാപത്തെ മുഖത്തോട് മുഖം നോക്കിയതിനാ അവൻ്റെ കണ്ണുകെട്ട് തല്ലിയത്. പാപത്തെ ചുംബിച്ചതിനാ അവൻ്റെ കന്നത്ത് അടിച്ച് രോമം പിച്ചിപ്പറിച്ചത്. പാപവാക്കുകൾ കേട്ടതിനാ അവൻ്റെ ചെവി അടിച്ചു പൊട്ടിച്ചത്. പാപത്തെ തോളിൽ കൊണ്ടു നടന്നതിനാ അവൻ്റെ മുതുക് വിലാപ്പുറം ഉഴവ് ചാല് പോലെ ഉഴുതുമറിച്ചത്. ഹല്ലേലൂയ. പാപത്തെ ഹല്ലേലൂയ ഹൃദയത്തിൽ കൊണ്ടു നടന്നതിന് അവൻ്റെ ചങ്ക് കുത്തി തുളച്ച്. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. തുറന്ന് നോക്കിക്കേ. മനുഷ്യരിൽ എന്തു നന്മ ഓ ഹല്ലേലൂയ കണ്ടു നീ രക്ഷകരാ. നിൻ തിരുമേനി അറുക്കപ്പെട്ട എനിക്കായി, അതുകൊണ്ട് നീ യോഗ്യൻ. വാക്കുകൾ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. യേശു മാത്രം യോഗ്യൻ. നമ്പർ 5, ബിക്കോസ് ഓഫ് ഹിസ് സക്സസ്. അവൻ സകലത്തെയും ജയിച്ചവനായതുകൊണ്ട്. കല്ലറ കൊണ്ട് തീരുന്നതല്ല ആത്മീയൻ്റെ ആത്മീയം. കല്ലറയ്ക്കപ്പുറത്തൊരു ജീവിതമുണ്ട്. അരിമത്യക്കാരൻ്റെ കല്ലറയെ ഭേദിച്ച് കെട്ടിയിരുന്ന തുണി കായും കാലും കെട്ടിയിരുന്നത് പൊട്ടിച്ച്, മുദ്ര പൊട്ടിച്ച്, കാവൽക്കൂട്ടത്തെ നിഷ്പ്രരാക്കി എൻ്റെ യേശു പുറത്തു വന്നു. അതുകൊണ്ട് എൻ്റെ യേശു യോഗ്യനാ. ഇന്ന് രാത്രി എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ പോയി. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാൻ പോയി. വൈ മൈ ലോർഡ് ജീസസ് ഈസ് വർത്തി. അവൻ സകലത്തെയും ജയിച്ചവനായതുകൊണ്ട്. ഇന്ന് രാത്രി ജയഭേരി മുഴക്കിയവൻ്റെ കാഹളത്തിൻ്റെ ധ്വനി ഈ ചർച്ചിനകത്ത് മുഴങ്ങുന്നുണ്ട്. യേശു സകലത്തെയും ജയിച്ചവനാണ്. നിങ്ങൾക്കൊരു നിമിഷം ചിന്തിക്കാൻ പറ്റുമോ? 3 ദിവസം പഴക്കമുള്ള മൃതശരീരമാണ്. ശരീരത്തിലെ മാംസങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അസ്ഥികളെല്ലാം എണ്ണത്തക്കവണ്ണം അത് ഹല്ലേലൂയ പുറത്ത് കാണാം. കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായി പോയെന്നല്ലേ, മനുഷ്യൻ്റെ ആകൃതി പോലും ഇല്ലെന്നല്ലേ പ്രവാചക ഭാഷയിൽ യെശയ്യാവ് വിവരിച്ചത്. അവനെ കണ്ടാൽ രോഗം ശീലിച്ചവനായതല്ലേ. ആ ശരീരമാണ് അഴുകി മൃതാവസ്ഥയിലായ, മരിച്ച ശരീരമാണ്, നാറ്റമുള്ള ശരീരമാ കല്ലറയ്ക്കകത്ത് വെച്ചത്. 4-ാം ദിവസം ശരീരത്തിന് നാറ്റമെന്നല്ലേ യഹൂദാ പാരമ്പര്യത്തിലെ മറിയയും മാർത്തയും യേശുവിനോട് പറഞ്ഞത്. തീർച്ചയായും 3-ാം ദിവസം നാറ്റം വെച്ച ശരീരമാണ് യേശുവിൻ്റേത്. പക്ഷേ അന്ന് രാവിലെ എന്താ സംഭവിച്ചത്? അന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് ദൈവമക്കളെ നിങ്ങൾക്കറിയണമോ? ഇന്നലെ രാത്രി ദൈവദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ച ദൂത് ആത്മാവിൽ പറഞ്ഞ് ഞാനും അവസാനിപ്പിക്കുന്നു. എഫേസ്യർ 1:19. ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. ഏത് ശക്തി? നിങ്ങളിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിയണം. ഇത് ക്രിസ്തുവിലും വ്യാപരിച്ചു. ഹല്ലേലൂയ. നിക്കോദീമോസും ജോസഫും ചേർന്ന് കെട്ടിയ തുണിയുടെ കെട്ട് അന്ന് രാവിലെ അഴിഞ്ഞു മാറി. അവൻ്റെ മേൽ ഹല്ലേലൂയ അവൻ്റെ മേൽ വിട്ട നിന്നയുടെ മൂടുപടം അന്ന് പകൽ അഴിഞ്ഞു മാറി. നിർജീവ ശരീരത്തിനകത്ത് ജീവൻ വ്യാപരിച്ചു. ഉരുട്ടിവെച്ച ഭാരമുള്ള കല്ല് അന്ന് പകൽ ഉരുണ്ടുമാറി. റോമ ഗവൺമെന്റ് മുദ്ര അന്ന് പകൽ പൊട്ടിമാറി. കുന്തമേറി കാവൽ നിന്ന കാവൽക്കാർ അവിടെ പിടഞ്ഞു വീണു. എന്തേ? ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നിങ്ങളുടെ മർത്യ ശരീരങ്ങളുടെ മേലും ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തലവണക്കിരിക്കുന്ന ദൈവദാസിദാസന്മാരോട് അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ ദൂത് പറയുന്നു, ഈ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ബലഹീന ശരീരത്തിലേക്ക്, നിന്റെ മൺകൂടാരത്തിനകത്തേക്ക്, നിന്റെ നിർജീവത്തിനകത്തേക്ക് നിന്നെ കെട്ടിയിരിക്കുന്ന ദേശത്തിന്റെ കെട്ട്, പിശാചിന്റെ കെട്ട്, പട്ടണത്തിന്റെ കെട്ട്, അന്ധകാരത്തിന്റെ കെട്ട്, അന്യായ ആരാധനയുടെ കെട്ട് ഒക്കെ ഇന്ന് രാത്രി ഈ ആത്മശക്തിയാൽ അഴിഞ്ഞു മാറുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അന്യഭാഷയിൽ ആരാധിക്കുന്നവർ എത്ര പേരിനകത്തുണ്ട്? ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഇന്ന് രാത്രി വിജയശ്രീലാളിതനായി യേശുവിന്റെ ശക്തി അവിടെ പുറപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഈ മർത്യ ശരീരങ്ങളിലേക്ക് ആത്മശക്തി വ്യാപരിക്കുക. എഴുന്നേൽക്കേണ്ടവർക്ക് എഴുന്നേൽക്കാം. ഒരുമിച്ച് പാട്ട് പാടാൻ പോകുക. കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം. നൃത്തം ചെയ്യേണ്ടവർക്ക് നൃത്തം ചെയ്യാം. പ്രവചിക്കേണ്ടവർക്ക് പ്രവചിക്കാം. ഇവിടെ ആത്മാവ് ഉള്ളിടത്ത് ആത്മാവിന്റെ
സ്വാതന്ത്ര്യമുണ്ട്. അന്യായ അർത്ഥങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ശാസിക്കപ്പെട്ടിട്ട് വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ചോ. ഈ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുക. പേര് പറഞ്ഞു പ്രാർത്ഥിച്ചോ, കൈ ചൂണ്ടി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചെങ്കിൽ ആത്മസാന്നിധ്യത്തോടെ ആത്മശക്തിയോടെ ഇന്ന് രാത്രി തുള്ളിച്ചാടി ദൈവസഭ നൃത്തം ചെയ്യുമ്പോൾ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം ഇവിടെ വെളിപ്പെടുക. സമർപ്പണത്തോടെ, ഏറ്റുപറച്ചിലോടെ, അന്യഭാഷയോടെ ഇന്ന് രാത്രി എത്ര പേർ ഈ ശക്തിയിലേക്ക് ഇറങ്ങി വന്ന് ആത്മനിയന്ത്രിതരായി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും.